ഹായ് ഹലോ, ആദ്യം തന്നെ വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. 2025 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ 31 തീയതി 2024 ഈവനിങ് ന്യൂ ഇയർ ഈവ് നല്ല രീതിയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ആഘോഷിച്ചത്. ഈ വർഷം നമ്മൾ പുറത്തൊന്നും പോയില്ല. കഴിഞ്ഞ വർഷം ഗോവയിലായിരുന്നു. ഈ വർഷം എന്തുകൊണ്ടാണ് പുറത്ത് പോകാഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്, മക്കൾക്ക് പരീക്ഷയാണ്. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ അങ്ങനെ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഡിസംബറിൽ നമ്മൾ കൂടുതലായിട്ട് വെക്കാഞ്ഞത്. അങ്ങനെ പക്ഷെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു സന്തോഷം തന്നെയല്ലേ. എന്നെ സംബന്ധിച്ചോളം അതെനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അത് കഴിച്ചിട്ട് വീട്ടിലുള്ളവർ അഭിപ്രായം പറയുന്നതും എല്ലാം എനിക്ക് ഭയങ്കര അതാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ചെമ്മീൻ ചോറാണ് വെച്ചത്. പിന്നെ അത് കൂടാതെ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ സോസേജ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതും ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ കല്ലുമ്മക്കായ, അത് നമ്മൾ നോർമലി എപ്പോഴും വാങ്ങുന്നൊരു ഐറ്റം അല്ല. ഈ പ്രാവശ്യം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അതും ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ന്യൂ ഇയർ ആഘോഷിച്ചു. കോഴിക്കോട് വന്നതിൽ പിന്നെ ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് സർലീച്ചിയുടെ ഡാൻസ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാകും. സർലേജി എങ്ങനെയുണ്ട്? സർലേജി ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ടല്ലേ. കല്ലുമ്മക്കായൊക്കെ എങ്ങനെയുണ്ട്? കല്ലുമ്മക്കായ ബീഫ് ഉണ്ടോ? ഓക്കെ. സർലേജി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ എല്ലാവരോടും. ന്യൂ ഇയർ ഈവിൻ്റെ അന്ന് നമ്മൾ ഒരു 1 ഇയർ ആയിട്ട് ഒരു കുടുക്കിയ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസമൊന്നും അതിൽ പൈസ ഇടാറൊന്നുമില്ല. വല്ലപ്പോഴും അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെയാണ് എന്തെങ്കിലും എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ചിട്ട് നമ്മൾ അതിലിടുന്നത്. കൗണ്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ഭയങ്കര ലെങ്തി ആകും. അതിലുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4278 രൂപയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു ന്യൂ ഇയർ ഈവായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ ഒരു ഷാമ്പെയിനൊക്കെ പൊട്ടിച്ച് കറക്റ്റ് 12 മണിക്ക് നമ്മൾ ആഘോഷിച്ചു. ദേവിയുടെ വെക്കേഷനെല്ലാം കഴിഞ്ഞു. നാളെ ദേവി തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ അവൾക്ക് പരീക്ഷ കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ ഇന്ന് കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മാസ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങളിന്ന് ബുഫേ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കാലിക്കറ്റ് ടവറിലെ മാസ് റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ നിന്ന് നല്ല രീതിയിൽ ബുഫേ എല്ലാം കഴിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ നിങ്ങൾക്കായിട്ട് ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 315 രൂപയേ ഉള്ളൂ അവിടെ ബുഫേക്ക് വരുന്ന റേറ്റ്. വീക്കെൻഡ്സിൽ ഈ പറയുന്ന ബുഫേ അവിടെ അവൈലബിൾ അല്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങൾ. ഈ കഴിഞ്ഞ 2024 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വർഷമായിരുന്നു. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ? നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പല കാര്യങ്ങളിലും നമ്മൾ ഒരു ലിമിറ്റേഷൻസ് വെച്ച് പെരുമാറാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വന്നുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറൊന്നും അല്ല എങ്കിൽ പോലും നമ്മുടെ ലൈഫിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നവരും കുറ്റം പറയുന്നവരും ഇവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു പാഠം ഞാൻ 2024 പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാതെ ആവുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രോബ്ലംസും തീരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഈ 2024 എനിക്ക് തന്ന പാഠം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി. കൂടാതെ ഞങ്ങൾ ഫ്ലാറ്റിൽ പോയി അമ്മേനെ കണ്ടു. അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയത് കേട്ടോ. അത് ദേവി നാളെ പോവുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. പിന്നെ ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ ആൾ വരുള്ളൂ. എക്സാം എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ 10th സ്റ്റാൻഡേർഡിലോട്ടാണ്. പിന്നെ ഹോസ്റ്റലിലെ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റും എല്ലാം അവൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അവിടെ ഞങ്ങളെ കാത്ത് ബബ്ലു, നോറ, നീമോ എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മയും മോളും നല്ലൊരു കളി ഒക്കെ കളിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തുന്നത്. അവരുടെ ആ ഒരു കളിയും ചിരിയും എല്ലാം കാണുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ബൈ പറയുന്നത് ബബ്ലു ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.